രാവിലെ ഉമ്മച്ചിമാക്കും ഉമ്മൊക്കെ കൊടുത്തിട്ട് പുതിയ ഡ്രസ്സും പുതിയ ബാഗും ഒക്കെ എടുത്തിട്ട് മിച്ച സ്കൂളിലോട്ട് റെഡിയായി. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഞാൻ കൊണ്ടാക്കണം, ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വാപ്പച്ചിയാണ് കൊണ്ടാക്കണത്. അതിനു മുന്നേ നമുക്ക് ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. അതെവിടെയാണെന്ന് ഇനി കാണാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ ഉറങ്ങണുണ്ട്. അപ്പം ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിൽ പോയി. പോയ ഉടനെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. പിള്ളേരൊക്കെ നല്ലോണം ടയേർഡായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഒരു ദിവസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. അപ്പം നോക്കണം. കാരണം പുതിയ സ്കൂളാണ് വെച്ചതിന്. പുതിയ ആൾക്കാർ, പുതിയ ടീച്ചേഴ്സ്, പുതിയ ഫ്രണ്ട്സ്, ആരും പരിചയം. മിച്ചുവിന് ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. അങ്ങനെ മിച്ചു പോയി. ഞാൻ വിചാരിച്ചില്ല മിച്ചു പോയി ഒറ്റയ്ക്ക് പോയി എന്നതൊക്കെ ചെയ്യുമെന്ന്. കാരണം മിച്ചുവിന് ആദ്യത്തെ ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു ആദ്യം പോകാനൊക്കെ ഉള്ളൊരു മടി. പിന്നെ എന്തോ പോയി നിന്ന് ദീപമൊക്കെ കൊളുത്തിയിട്ട് വന്ന് അതിന് ശേഷം മിച്ചുവിന് ലാസ്റ്റ് കാണിക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ച് ക്ലാസ്സിലോട്ട് പോയി. അപ്പോൾ ഇവർക്ക് 2 ഡിവിഷനാണുള്ളത്. UKGക്ക് 2 ഡിവിഷനാണുള്ളത്. അതായത് 30 കുട്ടികളേ ഉള്ളൂ, 15 വെച്ചിട്ട്. എന്നാലേ കുട്ടികളെ ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, കുറച്ച് കുട്ടികളുള്ളപ്പം. അപ്പം ഞങ്ങളുടെ ഇവിടെ ഏരിയയിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ മിച്ചുവിനാക്കിയിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല വിദ്യാഭ്യാസം എൻ്റെ മോന് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആക്കിയത്. കാരണം പക്ഷെ ഞാൻ അതിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ആക്കിയത്, വേറെ നല്ല സ്കൂളിലാക്കിക്കൂടെ ഇരുന്ന. എന്താണ് ഗവൺമെൻറ് എന്താണ് മോശം ആണോ എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. അതായത് ഗവൺമെൻറ് ജോലിയാവാം, പക്ഷേ ഗവൺമെൻറ് സ്കൂളിലാക്കുന്ന ആർക്കും ഇഷ്ടമല്ല. എന്താണ് അതിൻ്റെ ഔചിത്യം എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പമ്പിൽ വന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് മിച്ചുവിന് ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. അത് മിച്ചു എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. അതായത് ഒരുപാട് കാര്യങ്ങൾക്കൊന്നും മിച്ചു അങ്ങനെ വാശി പിടിക്കാറില്ല. പക്ഷേ ഇത് എൻ്റെ അടുത്ത് എനിക്ക് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിത്തരൂ എന്ന് ചോദിച്ചൊരു സാധനം, ഒരു ടോയ് കാർ. അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ മിച്ചുവിന് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ച്. പിന്നെ എനിക്ക് പെരുന്നാളിന് വേണ്ടിയിട്ട് 2-3 സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈശ്വരൻ്റെ വീട്ടിൽ പോയി. മുകളിൽ നാനുവിൻ്റെ വീട്ടിലും കയറി. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വെച്ചതിന് മിച്ചു കിട്ടിയ ഗിഫ്റ്റ്, ടീച്ചർ കൊടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കി. അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് ഒരു ഡ്രോയിങ് ബുക്കും പിന്നെ ക്രയോൺ, പെൻസില്, എറേസർ, ഷാർപ്പ്നർ, പിന്നെ ഒരു നോട്ട്ബുക്ക്. ഇത്രയും സാധനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇത് അവിടുത്തെ KG സ്റ്റുഡൻസിന് എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും അവർക്ക്, കുട്ടികളുടെ മനസ്സിലത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. കാരണം അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതല്ലേ.